അപ്പോൾ സർക്കിൾസിൽ എക്സസൈസ് 10.2 12th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ട്രയാങ്കിൾ ABC is drawn to circumscribe a circle of radius 4 cm such that the segments BD DC into which BC is divided by the point of contact D are of length. അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ BCയുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് D, അതിൽ നിന്ന് CDയും DBയും എത്രയാന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അത് 8 cm 6 cm റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ സൈഡ്സ് AB ആൻഡ് AC. അപ്പൊ എബിയിൽ ഇ എന്ന പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്, അതുപോലെ എ സിയിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എഫ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബിയും എ സിയും ആണ്. അപ്പോൾ ആദ്യം ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് 3 ട്രയാങ്കിൾ കാണാൻ കഴിയും. അതായത് എ ഒ സി എന്നുള്ള ഒരു ട്രയാങ്കിൾ, എ ഒ ബി എന്നുള്ള ഒരു ട്രയാങ്കിൾ, ബി ഒ സി എന്നുള്ള ട്രയാങ്കിൾ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള 3 ട്രയാങ്കിളിന്റെ ഏരിയയുടെ സമ്മിന് ഈക്വൽ ആണ്. അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എ ബിയും എ സിയും ആണ്. അപ്പോൾ ഗിവൺ ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ള, റേഡിയസ് 4 സെന്റിമീറ്റർ റേഡിയസ് തന്നിട്ടുണ്ട്. അതുപോലെ CD 6 സെന്റിമീറ്റർ, BD 8 സെന്റിമീറ്റർ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി എ സി ആണ്. അതിനുവേണ്ടി ലെറ്റ് AF ഈക്വൽ ടു എക്സ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ഈക്വൽ ആണ്. നമ്മൾ ആദ്യം എഴുതുന്നു ലെങ്ത് ഓഫ് tangents from an external point are equal. Length of tangents from an external point are equal. അപ്പോൾ ഇവിടെ CD 6, C എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജന്റ് ആണ് CDയും CFഉം. അപ്പോൾ CD 6 സെന്റിമീറ്റർ ആണെങ്കിൽ CF എന്തായിരിക്കും? അപ്പോൾ CD ഈക്വൽ ടു CF ഈക്വൽ ടു 6 സെന്റിമീറ്റർ. C എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജൻസ് ആണത്. അപ്പോൾ അത് ഈക്വൽ ആയി. അതുപോലെ ഇവിടെ BD 8 സെന്റിമീറ്റർ ആണ്. BD 8 സെന്റിമീറ്റർ ആണെങ്കിൽ BE ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അത് നമുക്ക് B എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്ന് കിട്ടി. അപ്പൊ നമ്മളിവിടെ 8 സെന്റിമീറ്റർ എന്ന് എഴുതി. അതുപോലെ ഇവിടെ CF എന്നുള്ളത് 6 സെന്റിമീറ്റർ എഴുതി. ഇനി നമുക്ക് ഈ 2 സൈഡും അറിയില്ല. അപ്പോൾ ലെറ്റ് AF ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. AF എക്സ് ആണെങ്കിൽ എയും എക്സ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കണ്ടുപിടിക്കാം. അതായത് വലിയൊരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ്, അതായത് 3 സൈഡും ഡിഫറെന്റ് ആയ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഏരിയ കാണുന്നത് ഹെറൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ABC എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ആണ്. ഇവിടെ S എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, A എന്നുള്ളത് A, BC എന്നുള്ളത് A കൊടുക്കാം. അപ്പൊ 6 പ്ലസ് 8 എത്രയാണ്, 14. B എന്ന് പറയുന്നത് 6 പ്ലസ് X, C എന്ന് പറയുന്നത് 8 പ്ലസ് X കൊടുക്കുക. അപ്പോൾ ഇവിടെ A പ്ലസ് B പ്ലസ് C എന്ന് പറയുന്നത് S എന്ത് കിട്ടും നമുക്ക്, 14 പ്ലസ് 6 പ്ലസ് X പ്ലസ് 8 പ്ലസ് X ഡിവൈഡ് ബൈ 2. അപ്പോൾ 14 പ്ലസ് 14 28 പ്ലസ് 2X ബൈ 2. അതായത് അതിൽ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 14 S എന്ന് പറയുന്നത് നമുക്ക് 14 പ്ലസ് X ബൈ 2 ആണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം, S മൈനസ് A S മൈനസ് B അതൊക്കെ കണ്ടുപിടിച്ച് അതിന്റെ ഏരിയ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇനി S മൈനസ് A എന്താന്നുള്ളത് കാണാം. S മൈനസ് A ഈക്വൽ ടു എത്രയാണ് നമുക്ക് S കിട്ടിയത്, 14 പ്ലസ് X ആണ്. അതായത് 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 പ്ലസ് X എന്ന് കിട്ടി. 14 പ്ലസ് X മൈനസ് A എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, 14. അപ്പോൾ ഇവിടെ S മൈനസ് A എന്ന് പറയുന്നത് X ആണ്.
അതുപോലെ ഇനി എസ് മൈനസ് ബി. എസ് മൈനസ് ബി എന്ന് പറയുന്നത് 14 പ്ലസ് എക്സ് മൈനസ് ബി എത്രയാണ് 6 പ്ലസ് എക്സ്. ഇപ്പൊ ഇവിടെ 14 പ്ലസ് എക്സ് മൈനസ് 6 മൈനസ് എക്സ്. എക്സ് എക്സ് ക്യാൻസൽ ആയി. അവിടെ നമുക്ക് എന്ത് കിട്ടി? 20 എന്നുള്ളത് കിട്ടി. 20 അല്ല, 14 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8. ഇനി എസ് മൈനസ് സി എന്ന് പറയുന്നത് 14 പ്ലസ് എക്സ് മൈനസ് 8 പ്ലസ് എക്സ്. അപ്പൊ ഇവിടെ 14 പ്ലസ് എക്സ് മൈനസ് 8 മൈനസ് എക്സ്. എക്സ് എക്സ് ക്യാൻസൽ ആയി 6 എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എസ് എത്രയാണ്? അതായത് എസ് 14 പ്ലസ് എക്സ് റൂട്ട് ഓഫ് 14 പ്ലസ് എക്സ് ഇൻറ്റു നമ്മൾ എസ് മൈനസ് എ എത്രയാണ് കിട്ടിയത്? എക്സ് ഇൻറ്റു 8 ഇൻറ്റു 6 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 48 എക്സ് ഇൻറ്റു അതായത് 14 പ്ലസ് എക്സ് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഏതിന് ഈക്വൽ ആണ്? അതായത് ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ട്രയാങ്കിളിന്റെ ഏരിയക്കും ഈക്വൽ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇത്രയും നമുക്ക് കിട്ടിയത്. ഇനി ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കാണുക. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ പറയുന്നു, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC plus area of triangle AOB plus area of triangle BOC. ആ മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയയുടെ സമ്മിന് ഈക്വൽ ആണ് ഈ കിട്ടിയ ആൻസർ. അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബിയും എ സി എന്താന്നുള്ളത് കിട്ടും. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC എന്താന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC നമുക്കിവിടെ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് എന്ന് പറയും. ബേസ് എത്രയാണ്? ബേസ് 6 പ്ലസ് എക്സ്. ഹൈറ്റ് റേഡിയസ്, അതായത് ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ടാൻജന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ഇത് റേഡിയസ് ആണ്. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ അത് റേഡിയസ്, അതാണ് അതിന്റെ ഹൈറ്റ്. അത് 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 ഇൻറ്റു 6 പ്ലസ് എക്സ്, അതായത് 12 പ്ലസ് 2x ആണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC എന്നുള്ളത് കിട്ടുന്നത്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അവിടെ 8 പ്ലസ് എക്സ്, 8 പ്ലസ് എക്സ് ഇൻറ്റു 4. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് 16 പ്ലസ് 2x ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC 12 പ്ലസ് 2x എന്ന് കിട്ടി. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB 16 പ്ലസ് 2x എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC കാണണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 6 പ്ലസ് 8 14 ഇൻറ്റു ഹൈറ്റ് 4. അപ്പോൾ ഇവിടെ 2 ആയി 28 എന്ന് കിട്ടി. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. നമുക്ക് മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയയും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 12 പ്ലസ് 2x പ്ലസ് 16 പ്ലസ് 2x പ്ലസ് 28. ഇത് ഏതിന് ഈക്വൽ ആണ്? റൂട്ട് ഓഫ് 48x ഇൻറ്റു 14 പ്ലസ് എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 20 അതായത് 2x പ്ലസ് 2x 4x ആയി. 4x പ്ലസ് 28 പ്ലസ് 28 56 ആയി. ഇതിൽ നമ്മൾ 4 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 14 പ്ലസ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 14 പ്ലസ് എക്സ്, ഇവിടെ റൂട്ട് ഓഫ് 48x ഇൻറ്റു 14 പ്ലസ് എക്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? റൂട്ട് നമുക്ക് പോകണം. റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ
ഇപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിന്റെ റൂട്ട് പോയി 48x ഇൻറ്റു 14 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താവും ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അതായത് 4 സ്ക്വയറും 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയറും വരും. അപ്പൊ 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ഇൻറ്റു 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ആയി. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 14 പ്ലസ് എക്സ് ഉണ്ട്. ഇവിടെ 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 14 പ്ലസ് എക്സ് ഇൻറ്റു 14 പ്ലസ് എക്സ് ആണ് 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ അതിൽ ഒന്ന് ക്യാൻസൽ ആയിപ്പോകും. അപ്പൊ ഇവിടെ ഈ 14 പ്ലസ് എക്സ് അതിലുള്ള ഒരു 14 പ്ലസ് എക്സും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 48x is equal to 16 ഇൻറ്റു 14 പ്ലസ് എക്സ് 14 പ്ലസ് എക്സ് എന്ന് കിട്ടി. ഒരു 14 പ്ലസ് എക്സ് ക്യാൻസൽ ആയിട്ട് രണ്ട് സ്ക്വയർ ആയിരുന്നല്ലോ. അപ്പൊ അതിലൊന്ന് ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ 16ഉം 48ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്നുള്ളത് കിട്ടി. അപ്പൊ 3x is equal to 14 പ്ലസ് എക്സ്. അപ്പോൾ 2x is equal to 14, x is equal to 7 എന്ന് കിട്ടി. x 7 എന്ന് കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് കാണാൻ പറ്റുള്ളത്? എ ബിയും എ സിയും ആണ്. അപ്പൊ എ ബി ഫോർ എ ബി ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 8 ആണ്. എക്സ് പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് 8 15 സെന്റിമീറ്റർ. അതുപോലെ എ സി ഇസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ് ആണ്. 6 പ്ലസ് 7 ഈക്വൽ ടു 13 സെന്റിമീറ്റർ. അതാണ് നമുക്ക് കാണാൻ പറ്റുള്ളത്. അപ്പൊ ഇതിൽ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രോം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഈക്വൽ ആയിട്ട് എടുത്തിട്ടാണ് നമുക്ക് ഈ രണ്ട് സൈഡും ഈക്വൽ എന്ന് കിട്ടുന്നത്. അതുപോലെ ഇത് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് കൊടുക്കും. നമുക്ക് ഈ രണ്ട് സൈഡുമാണ് കണ്ടുപിടിക്കണം. അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ 3 ട്രയാങ്കിൾ. ഇവിടെ നമ്മൾ ഒ എ ഒ സി ഒ ബി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആ 3 ട്രയാങ്കിളിന്റെ ഏരിയയുടെ സമ്മിന് ഈക്വൽ ആണെന്ന് പറയാം. ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഒ സി എന്നുള്ളത് പറയാം. എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കുക. വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ഹെറൻസ് ഫോർമുല വെച്ചിട്ട് ചെയ്യുക. അതുപോലെ ഉള്ളിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. എന്നിട്ട് അത് രണ്ട് ഈക്വൽ കൊടുത്ത് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ എക്സ് കിട്ടും. എക്സ് കിട്ടിയതിന് ശേഷം എ ബിയും എ സിയും കാണാം. 13th question. Prove that opposite sides of a quadrilateral circumscribing a circle subtend supplementary angles at the center of the circle. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ക്വാഡ്രിലേറ്റർ അതിൻ്റെ ഉള്ളിൽ സർക്കിൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആംഗിൾ അതായത് എ ഒ ബി പ്ലസ് സി ഒ ഡി എന്നുള്ളത് 180 ഡിഗ്രി. സപ്ലിമെന്ററി ആംഗിൾസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180. അതുപോലെ ഈ രണ്ട് ആംഗിൾ എ ഒ ഡി പ്ലസ് ബി ഒ സി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ രണ്ട് ആംഗിളും അതുപോലെ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് എഴുതാം. ഗിവൺ quadrilateral ABCD circumscribing a circle with center of quadrilateral ABCD circumscribing a circle with center O. With center O ആണ്. പിന്നെ എന്തൊക്കെയാണ്? Circle touches the quadrilateral at points. ഏതൊക്കെ പോയിന്റ്സിലാണെങ്കിൽ സർക്കിൾ touches the quadrilateral at points E, F, G and H. Circle touches the quadrilateral at points E, F, G and H. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ. അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇ, ഇവിടെ എഫ്, ഇവിടെ ജി, ഇവിടെ എച്ച്. ഇനി അതൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഒ ഇ ജോയിൻ ചെയ്യുക, ഒ എഫ് ജോയിൻ ചെയ്യുക, ഒ ജി ഒ എച്ച് ജോയിൻ ചെയ്യുക. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ്. എന്താണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്? എ ഒ ബി പ്ലസ് സി ഒ ഡി, അതായത് എ ഒ ബി പ്ലസ് സി ഒ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ എ ഒ ഡി പ്ലസ് ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഓരോ ആംഗിൾ 1, 2, 3, 4, 5, 6 അങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ ഇതൊക്കെ ജോയിൻ ചെയ്യുക. ജോയിൻ ഒ ഇ, ഒ എഫ്, ഒ ജി ആൻഡ് ഒ എച്ച് ജോയിൻ ചെയ്യുന്നു. ഇനി
നമ്മൾ പറയുന്നു പ്രൂഫിൽ. അതായത് ഇവിടെ രണ്ട് ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് സബ്റ്റൻഡ് ഈക്വൽ, അതായത് ഇവിടെ സെൻറ്ററിൽ ഈക്വൽ ആംഗിൾ ആണ് സബ്റ്റൻഡ് ചെയ്യുക. ഈ രണ്ട് പാർട്ട്, അതായത് ഈ രണ്ട് ഹാഫിലുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെന്റർ. ടാൻജൻസ് drawn from an external point to a circle, external point to a circle subtend equal angles at the center. Tangents drawn from an external point to a circle subtend equal angles at the center. നമുക്ക് അറിയുന്നതാണ്. അതായത് എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള രണ്ട് ടാൻജന്റ് സെന്ററിൽ ആ രണ്ട് ഹാഫിലുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള രണ്ട് ടാൻജന്റ് ആണ് എ ഇയും എ എച്ചും. ഇവിടെ എ ഇ എ എച്ച് എന്നുള്ളത് എക്സ്റ്റേണൽ എ എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള രണ്ട് ടാൻജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്ററിലുള്ള ആംഗിൾ 1 ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ 2 ഈക്വൽ ആയിരിക്കും. അതുപോലെ ബി എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള രണ്ട് ടാൻജൻസ് ആണ് ബി ഇയും ബി എഫും. അതിന്റെ ആംഗിൾ സെന്ററിലുള്ള ആംഗിൾ 3യും ആംഗിൾ 4ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. സിമിലർലി സി എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള രണ്ട് ടാൻജൻസ് ആണ് സി എഫും സി ജിയും. അപ്പൊ അതിന് ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6. അതുപോലെ ഡി എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ളത് ഡി എച്ചും ഡി ജിയും ആണ്. അതിന്റെ സെന്ററിലുള്ള ആംഗിൾ 7ഉം ആംഗിൾ 8ഉം അതും ഈക്വൽ ആണെന്ന് പറയും. അപ്പോൾ ഇനി എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞത്. അതായത് ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ, ഇത് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ ഈക്വൽ പറയാം. ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെന്റർ. അപ്പോൾ ഇവിടെ എ എന്ന എക്സ്റ്റേണൽ, അതായത് എ ഇ ഈക്വൽ ടു എ എച്ച് ആണ്. എ എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അതുപോലെ ആംഗിൾ 3 ഈക്വൽ ടു, ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അതുപോലെ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6. ആംഗിൾ 7 ഈക്വൽ ടു ആംഗിൾ 8. ഇനി എന്ത് പറയാ? നമുക്കറിയാം ഇതിലുള്ള എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? സർക്കിളിന്റെ ഡിഗ്രി 360 ഡിഗ്രിയാണ്. ഇവിടെ ഒരു സർക്കിൾ പോലെ ആവും അല്ലെ? അപ്പോൾ ഇതിന്റെ സെന്ററിലുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 പ്ലസ് ആംഗിൾ 8 ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഒ ബി പ്ലസ് സി ഒ ഡി ആണ്. അതായത് ആംഗിൾ 2, ഇവിടെ നമുക്ക് അറിയേണ്ടത് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 അതാണ് കിട്ടേണ്ടത്. അതുപോലെ ഇവിടെ ഈ ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ എഴുതി ആംഗിൾ 1 പ്ലസ് ആംഗിൾ ഇത്രയും ഈക്വൽ ടു 360 ഡിഗ്രിയാണ്. ഇനി എന്ത് ചെയ്യാം? ആംഗിൾ 1 നമുക്ക് ആംഗിൾ 2ഉം ആംഗിൾ 3ന്റെയും അതുപോലെ ആംഗിൾ 6ഉം ആംഗിൾ 7ന്റെയും സമ്മാണ് 180 ഡിഗ്രി എന്ന് വേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ 1നെ നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 ടൈംസ് ആംഗിൾ 2 ആണ്. അതുപോലെ ആംഗിൾ 4 എന്നുള്ളത് ഇവിടെ എന്ത് കൊടുക്കാം? ആംഗിൾ 3 എന്ന് കൊടുക്കാം. ആംഗിൾ 5 എന്നുള്ളത് നമുക്ക് ആംഗിൾ 6 എന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ ആംഗിൾ 8 എന്നുള്ളത് ആംഗിൾ 7 കൊടുക്കാം. അപ്പൊ എല്ലാം 2 ടൈംസ് വരും നമുക്ക് അവിടെ. ആംഗിൾ 7, അതുപോലെ ഇവിടെ ഒരു ആംഗിൾ 6ഉം കൂടി ഉണ്ടാവും. ആംഗിൾ 6 ഈക്വൽ ടു 360. അപ്പോൾ ഇത് 2 ടൈംസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6, അതായത് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 ഈക്വൽ ടു 180 എന്ന് കിട്ടും. ഇവിടെ
ആംഗിൾ 2 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് AOB. ആംഗിൾ AOB പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ COD ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി സിമിലർലി പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? സിമിലർലി അതേപോലെ AOB പ്ലസ് COD ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ സിമിലർലി ഇട്ടിട്ട് നമുക്ക് പറയാം, അതായത് ആംഗിൾ 1 അതായത് 2 ടൈംസ് ആംഗിൾ 1 പ്ലസ് എഴുതാം 2 times angle 1 plus angle 8 plus angle 4 plus angle 5 equal to 360 degree എന്ന് വരും. അപ്പോൾ അവിടെ angle 1 plus angle 8 plus angle 4 plus angle 5 equal to 180. അതായത് angle AOD plus angle BOC equal to 180 degree. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So, tangents drawn from an external point to a center. So, subtend equal angles at the center. That's what tangents drawn from an external point to a circle. Subtend equal angles at the center. So, in the class 3, you can class style like here. That's why you subscribe.